ഗൈസ് ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ എല്ലാവരെയും കൂടെ കൂട്ടി ഒരു 10 പേരെല്ലാവരും കൂടെ ഞാൻ പൃഥ്വിരാജ് അനൂപ് മേനോൻ എല്ലാവരും ചേർന്ന് ഞങ്ങളൊരു ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ അതെ വ്ളോഗും ഫോട്ടോസും ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. എൻ്റെ മതാശ്രീയാണ് ഗൈസ്, എൻ്റെ ഗൈസ് അമ്മയ്ക്ക് എവിടെ ഇങ്ങോട്ട് നോക്ക്. അല്ല ഗൈസ് അമ്മയ്ക്ക് എവിടെ ചെന്നാലും മെയിൻ ആണ്. എന്നോട് പറയുമോ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ടേബിളിൻ്റെ മേളിൽ കയറി ഞാൻ ഇരിക്കുമെന്ന്. എവിടെ ചെന്നാലും അമ്മയ്ക്ക് മെയിൻ ആവണം. എന്തോ ചെയ്യാനാന്ന് പറ ഗൈസ്. കുറേ ആൾക്കാർ നമ്മുടെ ക്യാമറമാനെ ചോദിച്ചു. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഗൈസ്. ചാച്ചനുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ്, ആത്മബന്ധം. പക്ഷെ അന്നും വരെ നിങ്ങളാരും വേറെ ചിന്തിക്കരുത്, അവന് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ദിസ് ഫ്രം ഇഹ ഡിസൈൻസ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫംഗ്ഷനൊക്കെ ഇടുന്ന ഇഹയെന്ന് തന്നെ അല്ലേ. കഴിഞ്ഞോ ഗൈസ്? ഷാള് ഒരു വീഡിയോ കൂടെ എടുക്കട്ടെ. ആ ഷാള് വേണ്ട. ഓ അല്ലേ ഷാള് വേണ്ട. എന്നാത്തിനാ ഓ ഷാള് വേണ്ടെന്ന്. അമ്മ ഇത് ഷാളെന്ന് പറഞ്ഞാൽ അമ്മ ഉദ്ദേശിക്കുന്ന കുലസ്ത്രീ ഷാളല്ല. പക്ഷെ ഇത് എനിക്കൊരു ഭാരമായോ എന്ന് എനിക്കൊരു ഡൗട്ട് അല്ലേ. എടി അതിന് ഇച്ചിരിയും കൂടെ കയറ്റി വെച്ചിട്ട് 2 ചെറുത് വല്ല ഇട്ടാൽ മതിയോടി. ഇത് ഒത്തിരി ഓവറായോ ഇത്? ഇല്ല എൻ്റെ നെറ്റ് ചെറുതായതുകൊണ്ട് ഇതിങ്ങനെ എൻ്റെ നെറ്റ് ചെറുതായി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ ഇടണമെന്നാണ് ഇല്ല. അവിടെ ഷോയും കാവടിയാണ് കാണാൻ വയ്യാത്ത. അവിടെ ഷോയും കാവടി. ഇതിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണോ ഇവിടെ ബർത്ത്ഡേ ആണോ? എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഫൈൻ കൊടുക്കും. പിന്നെ ഇത് ആംഗ്യം കാണിക്കാൻ നമ്മളെന്താ മറ്റേ ഇതോ ഇപ്പം എല്ലാവരും ചെയ്യിക്കാൻ എൻ്റെ കൈക്ക് എന്തോന്നു കേട്ടോ. കൈക്ക് ഞാൻ അതെ സഹായിക്കാൻ പോയതാ, ഭാര്യയെ സഹായിക്കാൻ പോയതാ, തുണി എടുക്കാൻ പോയതാ. നേരെ കണ്ണാടിയിലോട്ടെ കൈ അങ്ങ് കുത്തി. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ലുക്ക് കിട്ടി കേട്ടോ. പിള്ളേർ ചുമ്മാ തീയാ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം. അതാ ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇതൊക്കെ നാണോ പക്ഷെ അടിപൊളി വർക്ക്. വല്ല മൈലാഞ്ചി ഒക്കെ ഇടണമെങ്കിൽ ഇതേണ്ട ഈ കൊച്ചിനെ വിളിച്ച്. ഈ കൊച്ചിനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 18 23 വയസ്സുള്ള തള്ളയാണ്. 23 വയസ്സ്. ഓക്കെ ആ നിനക്ക് 29 വയസ്സുണ്ടല്ലോടാ. ആ ഓ അവന് പ്രായമായില്ല. നിനക്ക് ഇത് പിടിച്ചാൽ മതി. ഇതിന്റെ പിടിച്ചാൽ മതി. ഇതിന്റെ ഇതൊക്കെ എടുത്തോണം കേട്ടോ. എന്തൊരു കഷ്ടപ്പാടാ നോക്കുന്ന ബ്രോ. എല്ലാവരും ഇത് എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയാണ്. പക്ഷേ ഇവളാണ് ഇത് തിളങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ വേറെ രണ്ട് ഇയാളെ സാധനം പുളി. ഇത് നേരെ ചെന്ന് ഞങ്ങൾ എങ്ങനെയായിരുന്നറിയോ, നേരെ ചെന്ന് എടുക്കുമായിരുന്നു. മറ്റേ സെലക്ട് ചെയ്യാൻ നിന്നില്ല, നേരെ എന്ന് ഇവളിത് അങ്ങ് എടുക്കുമായിരുന്നു. ആ കൊള്ളാം, ഇവർക്ക് ചേരുകയും ചെയ്യും. ചുമ്മാ അങ്ങ് പറയല്ലേ, ചുമ്മാ പറയല്ലേ. ശരി എൻ്റെ ഉണ്ടോ ചുമ്മാ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണാടി നേരെ വെക്കണം. കണ്ണാടി വ്ളോഗിൽ ഇതൊക്കെ വരണം അമ്മേ. എനിക്കിഷ്ടപ്പെടും, നല്ലപോലെ ഇഷ്ടം. ഇപ്പം ഇച്ചിരി സെറ്റായി. മറ്റേത് മുടി ഇത് എന്നപ്പം എന്നാലും കുഴപ്പമില്ല. പക്ഷെ കാര്യമുണ്ട്, ഇത്രയും മേക്കപ്പ് ചെയ്യാവൂ. മനസ്സിലായി, ഇത്രേ ചെയ്യാവൂ. ഇത് ഇതിൽ 10ൽ 20 തരാം. ഇങ്ങനെ ചെയ്യാവൂ, ഇത്ര ചെയ്യാവൂ. മറ്റേ ഭയങ്കര ഓവറായിട്ട് ചെയ്തിട്ട് കാര്യമില്ലടി. കറക്റ്റ് ഇതാ അഖിലേട്ടന് ഇത്ര ചെയ്യാട്ടോ. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച്. പേജ് മെൻഷൻ ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇങ്ങനത്തെ അതെ അതെ അല്ലല്ല ഞാൻ അറിയാൻ എനിക്ക് ഇപ്പൊ കോൺട്രാക്ട് മൊത്തം കഴിഞ്ഞെന്ന്. അല്ല കുഴപ്പമില്ല, ഇതാ വേണ്ടത്, ഇതാ എനിക്ക് വേണ്ടത്. എന്തിന് നിനക്കോ നാണോ?
നിനക്ക് നാണം അപ്പല്ലേ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ നോക്ക്. ഇതിപ്പോ നീ ഇവളാണല്ലോ എറിച്ചിരിക്കുന്നത് മൊത്തം. ഇത് മെൻഷൻ ചെയ്യൂ. യാ നാണമാണ്, അതുപോലെ തന്നെ ഭയങ്കര സുന്ദരിയാണ്. പേജ് മെൻഷൻ ചെയ്യൂ. ഫാത്തിമ അനി മേക്കേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിന്റെ പേജ് മെൻഷൻ ചെയ്യൂ. വരൂ. മെഹന്തിയുടെ ആളാ ഗൈസ്. ഇതിനകത്ത് ഞാനാണ് അഴുക്കായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇത് ചിമ്മ. എനിക്ക് മൊത്തത്തിൽ ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്, മൊത്തത്തിൽ ഞാൻ കാണിക്കാം. ഇന്നെനിക്ക് ഒന്നാമത്തെ കാര്യം സംസാരിക്കാൻ വയ്യ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. പക്ഷേ ബ്രോയുടെ ഡാഡി ഗൾഫിന് പോകാല്ല നാളെ. ബ്രോ എന്താ അറിയോ, നാളെ തിരിച്ച് ഇവൻ്റെ അപ്പം ഗൾഫിന് പോവാം. അപ്പോൾ ഇവൻ്റെ ചേട്ടൻ ബ്ലോഗ് കാണുന്നതുകൊണ്ട് ഇവന് ഭയങ്കര പ്രശ്നമാണ് ക്യാമറയുടെ മുമ്പിൽ വേണം. അല്ലേ ബ്രോ? കൈ പിടിച്ചൊരു ചെക്കിയൊക്കെ കേട്ടോ. നമ്മളെ കുഞ്ഞാട്ടോ, നമ്മളെ അക്കരെ. കണ്ണാടി ഞാൻ മാറ്റാൻ പോയല്ലേ, കൊള്ളത്തില്ല ഒരുമാതിരി. ഭയങ്കരമായിട്ട് ആസിഫലിയുടെ ഒക്കെ ലുക്ക് വരുന്നു കേട്ടോ എനിക്ക്. അതാ പറ്റാത്ത. ഞാൻ കണ്ണടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഞാനിവിടെ നീ കാര്യമൊക്കെ ശരിയാ നിന്റെ കൂട്ടുകാർ നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ എടുക്കും. മനസ്സിലായോ? ആര് യോ ഇപ്പൊ ഇത്രയൊക്കെ കൊച്ചി ഒരുങ്ങുന്ന കാര്യം കുറ്റം പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് ലിപ്സ്റ്റിക് ഇടുക. സൂപ്പർ സ്പ്രേ അത്. ഗൈസ്, എനിക്കിപ്പോൾ 29 വയസ്സ് കയറാൻ പോയി. 29 വയസ്സ്. പക്ഷെ എൻ്റെ ഇത്രയും ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേക്കായിരുന്നു തോന്നുന്നു ഇച്ചിരി നല്ലതായിട്ട് ഇതാക്കിയ. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഒന്നാം പിറന്നാളെന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഓർമ്മ കാണത്തില്ല. പക്ഷേ ഈ ബർത്ത്ഡേ ആണ് ഞാൻ ഇത്ര ഇതിലിങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവള് പറയുന്നത്. എനിക്കറിയത്തില്ല ഗായ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തോ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവളെങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് പോലും അറിയത്തില്ല. കിഡ്നി വല്ലതും എടുക്കാൻ കൊണ്ടുവന്നതെന്നും അറിയത്തില്ല. ഇവിടെ കണ്ട് ആരണ്ടോടെ കൂറ് വിളിച്ചു തരാനൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല പറ്റാനെ. ഗൈസ്, അങ്ങനെ 3 ആഴ്ച കൊണ്ട് ഞാൻ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയ സർപ്രൈസ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ചാച്ചൻ. അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചാച്ചന്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ചാച്ചൻ സർപ്രൈസ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഒരിക്കലും ചാച്ചൻ കരയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചാച്ചൻ ഒരു 5 മിനിറ്റോളം അവിടെ നിന്ന് നല്ല രീതിയിൽ കരഞ്ഞു. പക്ഷെ ചാച്ചന്റെ പ്രൈവസിയെ മാനിച്ച് ഞാൻ അതൊന്നും ഒത്തിരി ഇവിടെ ഇടുന്നില്ല. എന്റെയും ചാച്ചന്റെ ജീവിതത്തിലെ ഓരോ നല്ല നല്ല മൊമെന്റുകളും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെയും ചാച്ചനെയും അത്രയധികം സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനായിട്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളൂടെ ഒരുപോലെ മാനേജ് ചെയ്യുന്നതിന്റെ ടെൻഷൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്നാലും ഞാൻ ഒരാളെ ഏൽപ്പിച്ചു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് യൂട്യൂബിൽ കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അത്രമേൽ വേണ്ടപ്പെട്ട വളരെ ചുരുക്കം ആളുകളെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷം ഇതേ സമയം എനിക്ക് വെറും ഒരു 1/2 കിലോ കേക്ക് മാത്രം ചാച്ചന് വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതിൽ നിന്ന് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ആളുകളെ കൂട്ടി ഭക്ഷണമൊക്കെ ഒരുക്കി നല്ല ഇവന്റിനെയൊക്കെ വിളിച്ച് നടത്താൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ എൻ്റെ ലൈഫിനെ കാണുക. ഇങ്ങനെ ഉയരാനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലുത് എന്താന്ന് വെച്ചാൽ, ഞാനും ചാച്ചനും ഒരു കുഞ്ഞിനെ പോലും നുള്ളി നോവിക്കാൻ ആഗ്രഹിക്കുന്ന 2 ഹൃദയങ്ങളല്ല. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ ഞങ്ങളുടെ കണ്ണ് നിറയും. ആ രീതിയിലാണ് ഞങ്ങൾ ഓരോ ആളുകളെയും കാണുന്നതും അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നതും ഒക്കെ. ഇടയ്ക്ക് രാത്രി കടക്കാൻ നേരമാകുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഞാനും ചാച്ചനും തന്നെ പറയും, ശരിക്കും നമ്മൾ എന്ത് പാവങ്ങളാ, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ആരെയും കുറ്റങ്ങൾ പറയുന്നില്ല, നമ്മൾ ആരെയും ഉയർച്ചയിൽ വിഷമിക്കുന്നില്ല, എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിക്കാൻ പഠിക്കുന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം ദൈവം നമ്മളെ ഇത്രയും നല്ല രീതിയിൽ ഉയർത്തിയെന്ന്. ഓക്കെ.
ഞാനേ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ എനിക്കുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയാം. പക്ഷെ ഞാൻ ഒരു 3 ആഴ്ച മുന്നേ തൊട്ടേ ഒരു 300 പേരെ എഴുതിയിട്ട് അതിൽ നിന്ന് 30 പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് 15 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് ഇപ്പം ഈ കാണുന്ന നിങ്ങളെല്ലാവരും. കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ എന്താ പറയുക, എൻ്റെ ചാച്ചൻ്റെ ലൈഫിൽ ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതായത് ഞാനും ചാച്ചനും ഇന്നലെ നാളെ വലിയൊരു നിലയിൽ പോയി കഴിഞ്ഞാൽ അത്രയും ഞങ്ങളെപ്പോലെ തന്നെ സന്തോഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ. ഇപ്പം പൊതുവേ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാൻ പറ്റും. കാരണം ഒന്നെങ്കിൽ കസിൻസ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ആർക്കും തമ്മി അറിയത്തില്ല. അതെനിക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കസിൻസ്, ഫ്രണ്ട്സ് അങ്ങനെയല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈവൻ ഇവിടെ നിൽക്കുന്ന പകുതി മുക്കാൽ ആൾക്കാരും എന്നേക്കാൾ എത്രയോ ഏജിന് മുകളിലുള്ള ആൾക്കാരാണെന്നറിയാം. അതായത് എൻ്റെ സെയിം ഏജിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കുള്ള അറിവൊക്കെ തന്നെ അവർക്കും ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും എനിക്കിഷ്ടപ്പെടത്തക്ക രീതിയിൽ അത്രയും വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. അതായത് ഞാൻ ഭയങ്കര ജെന്യൂനാണ്. എനിക്ക് ചുമ്മാ അങ്ങനെ തമാശ കളിച്ചോ അല്ലെങ്കിൽ പേരിനൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ പേരിന് കുറച്ച് പേര് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഭയങ്കര ജെന്യൂനാണ്. അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇപ്പോൾ കുറച്ച് ഞാൻ വിളിച്ചതിലൊരു 6 പേർക്കോളം വരാൻ പറ്റിയില്ല. കാര്യം ഒരാൾക്കൊരു ഹോസ്പിറ്റൽ കേസായി, പിന്നെ ട്രാഫിക് കുറച്ച് കഴിയുമ്പോൾ വരും. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ സന്തോഷമാണോ സങ്കടമാണോ, എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. ഷാനിക്ക, കുറച്ച് ആർക്കെങ്കിലും അറിയായിരിക്കും, നമ്മുടെ എറണാകുളം പോഞ്ഞിക്കര കുസൈനിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവരൊക്കെയാണ് അറിയായിരിക്കും. ഷാനിക്കയാണ് അതിൻ്റെ ഒരു പാർട്ട്ണർ. എനിക്കും ചാച്ചനും എന്തോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇപ്പം ഞങ്ങൾ റോങ് ആയിട്ട് എടുക്കുകയാണോ അല്ലെങ്കിൽ നല്ലതായിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഇപ്പം ഷാനിക്കയുണ്ട്. സത്യം പറഞ്ഞാൽ ആൾ ഇന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് കഞ്ഞിയും ഇതും കുടിക്കാൻ. ശരിക്കും ഷാനിക്കയുടെ ഒരു സ്റ്റേജിൽ ഒരിക്കലും നമ്മുടെ ഈ പരിപാടിക്ക് അങ്ങനെ വന്ന് കൂടണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഒരു വിഷു പറഞ്ഞ് പോയാൽ മതി. പക്ഷേ ആ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനിവിടെ വന്ന് ഷാനിക്ക മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കും ചാച്ചനും അത്ര ഇഷ്ടമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആ 300 പേര് നിങ്ങൾ പോയേനെ. അതുപോലെ തന്നെ ആകാശേട്ടനും വൈഫും ഇവർ കല്യാണം കഴിഞ്ഞത് റീസെൻ്റ്ലി ആണ്. ഞങ്ങളുടെ കല്യാണം കുറച്ച് വൈറലായിരുന്നു. ഞാനൊരു ബ്ലൂ കളർ കുർത്തിയൊക്കെ ഇട്ടിട്ട് പോയി ഒരു ഫുഡ് ബ്ലോഗ് കഴിച്ചത്. അപ്പം ആകാശേട്ടനും വൈഫും അവരും സത്യം പറഞ്ഞാൽ ഇവിടെ വരേണ്ട ആൾക്കാരെല്ലാം, അവർക്ക് വേണമെങ്കിൽ ഒരു വിഷ് ചെയ്താൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും ഞാൻ സന്തോഷം കാണാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ ഇപ്പോൾ ബോയ്സിനൊക്കെ അറിയായിരിക്കും, കാറുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെക്സ, നമ്മുടെ മഞ്ഞുമലല്ലേ സ്ഥലപ്പേര്, ചാച്ചനാണ് കൂടുതൽ അവിടുത്തെ ആള്. പെക്സയിലെ ഓണറാണ് അജാസിക്ക. ആളുടെ കല്യാണമാണ് ഈ വരുന്ന ഉടനെ തന്നെ. ആൾ അത്രയും ബിസിയാണ്. പക്ഷേ ചാച്ചൻ്റെ എൻ്റെയും കാര്യത്തിന് ഓടി വന്നു എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത കുറച്ച്, ഞാൻ ഫ്രണ്ട്സ് ഇല്ലെന്ന് പറയുന്നില്ല, എൻ്റെ ഏജിലുള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇനി ഞാൻ വേറെ ആളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ തൃശ്ശൂർ മാഴ്സിൻ്റെ ഓണറും പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ അജിത്തേട്ടൻ, ആള് തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. ആളുടെ മോൾ ഇന്ന് നാളെ വെളുപ്പിനെ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും ശരിക്കും ഞങ്ങളുടെ ഇതിന് വരേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാം എത്രയോ വലിയ രീതിയിലുള്ള ആളുകളാണ്. പക്ഷേ ഞാൻ വിളിച്ചപ്പം ഞങ്ങളുടെ ഈ കാര്യത്തിന് വരിക എന്ന് പറഞ്ഞാൽ എന്നെയും ചാച്ചനെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. ചാച്ച ഇപ്പോൾ കുറച്ച് ഇമോഷണലായ എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം സംസാരിക്കുന്ന ആൾക്കാരും ചാച്ചന് അത്ര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ചാച്ചൻ കുറച്ച് ഇമോഷണൽ ആയത്. ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കണ്ടപ്പോൾ ചാച്ചൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി. അങ്ങനെ എന്നോട് ചോദിച്ചു, ഇവരെല്ലാവരും ഉണ്ടോ ആ ഒരു ഇത്.
അപ്പം അതാണ് ഞാനും ആഗ്രഹിച്ചത്. അപ്പം എനിവേസ് ഞാൻ ഇത്രയും പറഞ്ഞില്ല എങ്കിൽ എന്താ എനിക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ എറണാകുളത്ത് എന്ത് അലമ്പ് കാണിച്ചാലും ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ അഖിലേട്ടൻ. വെളുപ്പിനെ 4 മണി 3 മണിക്ക് വിളിച്ചാലും പുള്ളി നമ്മുടെ വീട്ടിലെത്തും. അപ്പം എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതുപോലെ, എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചുമ്മാ കളിത്തമാശ അങ്ങനില്ല. എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും എൻ്റെ പല സുഹൃത്തുക്കളും മെന്റലി ഭയങ്കര, പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ സാറയ്ക്ക് അത് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, അവർ ഭയങ്കര മെന്റലി ഇതായിരിക്കുമ്പോൾ സാറയുടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ, ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ തന്നെ വീഡിയോസുകൾ ചെയ്യാനും മുന്നോട്ട് പോകാനും സ്ട്രോങ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രിയുടെയും അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. യൂണിവേഴ്സിറ്റിക്ക് ഓക്കെ. ഇനി അജിത്തേട്ടൻ 2 വാക്ക് പോകാതെ പറയാൻ പോയില്ല. പക്ഷെ ഞാൻ എന്തോടോ പറയുന്നത്, എന്റെ റിലേ ഒക്കെ പോയി വിശന്നിട്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. ഇതൊരു ബെഡാ പുള്ളിയാണ് ആക്ച്വലി. നിങ്ങൾ ആരും വിചാരിക്കുന്നല്ലോ. തൃശ്ശൂർ ഞങ്ങൾ ചെന്നാലുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ അയത്തേണ്ടനാണെങ്കിൽ ഈവൻ ഞങ്ങളെ അറിയെങ്കിലും ആളുകൾ ആദ്യം ചെല്ലുന്ന അയത്തേണ്ട അടുത്ത്. ആള് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എത്ര തിയേറ്റർ സലൂൺസ് ഒക്കെ പുള്ളിയുടെ അണ്ടറിലുണ്ടെന്ന് അറിയോ? അത് അത്രയ്ക്ക് ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കാര്യത്തിന് അയത്തേട്ടൻ ഭയങ്കര, ഞങ്ങൾ അയത്തേട്ടൻ്റെ വീട്ടിൽ പോകും. നാടൻ രീതിയിൽ ഒതന്റിക് രീതിയിലാണ് അവിടുത്തെ ആഹാരങ്ങളൊക്കെ. ചമ്പ്രമടിഞ്ഞൊക്കെ ഇരുന്ന് അത്രയും സിമ്പിളാണ് അയത്തേട്ടൻ. ഇത്രയും പോരെ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, എപ്പോഴും വരാറുണ്ട് വീട്ടില്. ഞാൻ എൻ്റെ സ്നേഹം മത്സരം. ഓക്കെ, ആകാശേട്ടൻ ഇവിടെ എല്ലാരും വാഴ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വാഴ മൂവിയുടെ ഏറ്റവും വലിയൊരു സാന്നിധ്യം ആകാശേട്ടനും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും വാഴയിൽ എന്നെ കാണാമെങ്കിൽ അത് ആകാശേട്ടൻ വഴിയാന്ന് ചിന്തിച്ചോണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിലൂടെ എത്തിച്ചേരാൻ സാധിച്ചത്. നിങ്ങളുടെ ചാച്ചൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ അജിത് അല്ലേ? നമ്മള് എത്ര വർഷമാണോ മോനെ? ഇവനൊരു കൊച്ചായിരിക്കുമ്പോ തൊട്ട് അല്ലേ, ഏർലി സ്റ്റേജസ് തൊട്ട് ഞാനിവനെ കാണാൻ തുടങ്ങിയതാണ്. ഇന്നത്തെ നിന്റെ ദിവസത്തെ ഏറ്റവും വലിയ നിന്റെ സമ്മാനം എന്ന് പറയുന്നത് അത് നിന്റെ സാറേ അല്ലേ? പൊങ്ങിക്കോ പൊങ്ങനെ അർഹയാണ് 100%. തീർച്ചയായിട്ടും ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു മോനെ. ആ കാര്യത്തിൽ ബാക്കിയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴും നിന്നെ എനിക്കറിയാവുന്നതുകൊണ്ടും യു വെരി ബ്ലെസ്ഡ്. എന്തായാലും ഞങ്ങളുടെ അജിന്, പ്രിയപ്പെട്ട ചാച്ചന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നന്നായി വരട്ടെ, അനുഗ്രഹിക്കട്ടെ ദൈവം. ഇവിടെ നീലക്കുഴിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ മീഡിയ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം എല്ലാവരും എല്ലാം പറയാൻ. ഇല്ലെങ്കിൽ നാളെ വീട്ടിൽ ചെന്ന് വ്ളോഗ് കണ്ടിട്ടായിരിക്കും വിചാരിക്കുന്നത് ഈ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പം എല്ലാവരും അജാസിക്കൊക്കെ ഒരു വിഷ് കൊടുക്കണം. അജാസിക്ക ഉടനെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവാണ്. തിരക്കാണ്. ഇതും ഒരു ബിസിനസിന്റെ വലിയ കാറൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി, അപ്പോൾ ഒന്നും കിട്ടത്തില്ല. വാ വേഗം വാ. എന്തെങ്കിലും കാര്യമായിട്ട് പറയണേ പ്ലീസ്. അല്ലല്ല, വേറൊരു കാര്യമുണ്ട്. എന്നെ വിളിക്കുന്നേക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരും ആയിരിക്കും കോളില്. എന്റെ ചില്ല് പോയി, എന്റെ കൂളിങ് പോയി, എന്റെ ഇത് പോയി, അത് പോയി എന്നൊക്കെ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് അജിന് നമ്മുടെ നിങ്ങൾ കാർ ഇറക്കിയത് കണ്ടപ്പം വെറുതെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കിയതാ. അത് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ക്ലോസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് രാവിലെയാണ് വന്നത് കൊല്ലത്തുനിന്ന്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും സ്റ്റിച്ച് ചെയ്യാൻ ഇതുവരെ കൊടുത്തില്ല. പക്ഷേ എന്നെ വിളിച്ചവർ 2 ദിവസം മുന്നേ കാര്യം പറഞ്ഞു. ഞാനങ്ങനെ ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് വന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങൾ ഇത്രയും നിങ്ങൾ പറഞ്ഞ ഒരു ക്ലോസ് സർക്കിളിനകത്തുള്ള ആളാണത്. പക്ഷെ ഞങ്ങൾ ഡെയിലി വിളിക്കും. സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിലാണ് ഡെയിലി വിളിക്കാറുള്ളത്. എന്ത് കാര്യം കൊണ്ടിലും വിളിക്കും. വളരെയധികം സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഞാനേ
ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ എനിക്ക് വർത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും തിരക്കുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും വിചാരിക്കുന്നവരല്ല. ഇപ്പം ഇവിടെ സംസാരിച്ച് പോയ ആൾക്കാർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ വരേണ്ട കാര്യമില്ല. കാര്യം ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഒരു വിഷു വന്ന ആടെ ഹാപ്പി ബർത്ത്ഡേ മതി, അല്ലാതെ അവർ വരേണ്ട കാര്യം അതാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ കല്യാണം തൊട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തെറ്റിയിട്ടില്ല. ഞാൻ ഇന്നും എൻ്റെ ഡയറിയിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ആണ് ഞാൻ ഇപ്പം ഇവിടെ കാണിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ വാതിൽ വരെ പിള്ളേർ അതുപോലെ കൂട്ടുകാരെ. എനിക്ക് ഒരു ആവശ്യമില്ലാത്ത കുറെ കൂട്ടുകാരെ. ഞാൻ എല്ലാം ഉണ്ടല്ലോ ഒരു പക്വതയൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാം നിരത്തോടെ അങ്ങ് മാറ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യമില്ല. ഇതാണ് ശരിക്കും എന്താണ് എനിക്കും ചാച്ചന് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും തിരക്കുണ്ടായിട്ടും ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ ഇവരെ എല്ലാം സെലക്ട് ചെയ്തെടുത്തത്. ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർ ഇപ്പം ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ ഞാനും ചാച്ചനും എന്തായാലും നിങ്ങളുടെയൊക്കെ പേര് പറയും. ഞാൻ ചിലപ്പം ചാച്ചൻ കരയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും പിടിച്ചു നിൽക്കുവാണ് ചാച്ചൻ. കാരണം പണ്ട് തൊട്ട് വിവരമില്ലാത്തവർ കണ്ടുകൊണ്ട് ആണുങ്ങൾ കരയുന്ന നാണക്കേടാണ്. എന്നെ സംബന്ധിച്ച് ആണാണേലും പെണ്ണാണേലും വികാരങ്ങൾ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ. എനിക്കങ്ങനെയാണ്, ചാച്ചനും അങ്ങനെ തന്നെയാണ്. ചാച്ചൻ കരയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചാച്ച മിക്കവാറും രാത്രി കിടന്ന് കരയും. പിന്നെ ചാച്ചൻ റീസെന്റ് ഒരു ആക്സിഡന്റ് പറ്റിയൊക്കെ കുറച്ചല്ല എല്ലാവർക്കും ഒക്കെ അറിയാം. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യ തിന്നുന്നു എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് വരുന്ന തലക്കെട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഓരോ ആൾക്കാരെ കാണിക്കുന്ന എന്താ പറയുക, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ക ജെന്യൂനുമാണ്, അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പം പാത്തു അഖിലേട്ടനും പാത്തുവാണ് ഇപ്പൊ ചാച്ചന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വരും, ഒന്ന് ആൾക്കാരെ ഒന്ന് വരും പ്ലീസ്. ഇവരൊക്കെ ഉണ്ടല്ലോ ശരിക്കും എക്സ്ട്രോവേർട്ടിന്റെ അങ്ങേയറ്റമാണ്. പക്ഷെ ഇപ്പൊ എന്നെ ഇതായി പോയെന്ന് എനിക്ക് അല്ലല്ല എക്സ്ട്രോവേർട്ട് തന്നെയാണ്. ഇവരിപ്പൊ ഇൻട്രോവേർട്ട് ആയിപ്പോയി എന്നാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കാണ് വിശക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ പറ്റത്തില്ല. അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? അമ്മ ഒന്ന് വന്നേ പ്ലീസ്. എൻ്റെ അമ്മയുണ്ടല്ലോ, ഞാനങ്ങ് വളരെ റോ ആയിട്ട് പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ പലപ്പോഴും അത് അറിഞ്ഞുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും അമ്മയെ നിരീക്ഷിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഇന്ന് വരെ അമ്മ ഒരിടത്തൊരു സ്റ്റേജിൽ പോയിട്ടില്ല, 10 ആൾക്കാരുടെ മുന്നിൽ പോയി നിന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യം അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ. പക്ഷേ ഈ ലോകത്തെ എൻ്റെ അമ്മയെ പോലൊരു പാവം വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഈ സൈസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഒരു LKG പിള്ളേരുടെ മനസ്സെങ്ങനെയാണോ അതാണ്. ഇടയ്ക്കിടയ്ക്കുന്ന കോമഡിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും എവിടെ നീ ഹ്യൂമർ എന്നൊക്കെ. അപ്പം ഞാൻ പറയൂ, എൻ്റെ അമ്മേനെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2-3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചിരിച്ച് എൻ്റെ അമ്മക്ക് അറിയുക, ഒന്ന് വരിക പ്ലീസ്. അമ്മയൊന്നും പറയണ്ട, ഞാൻ പറയാം അമ്മയ്ക്കുള്ള എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആരും അങ്ങനെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മേനെ ഒന്നും അങ്ങനെ വിളിക്കുക എനിക്കറിയില്ല, കാരണം അവർക്ക് വിവരമില്ല. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും വന്നത്. ഇത് പ്രത്യേകം വീഡിയോയിൽ എടുക്കണം കേട്ടോ. കാരണം എൻ്റെ അമ്മയാണ് ശരിക്കും എല്ലാ പ്രോഗ്രാമിൻ്റെയും ഫ്രണ്ടിലിരിക്കേണ്ടത്. അത്രയ്ക്ക് പാവമാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്നതല്ല ഈ സൈസോ അല്ല ഇതൊന്നും അല്ല. ആള് വെറും ശുദ്ധയാണ്. ആള് ജീവിക്കുന്നത് തന്നെ പല വട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം വേറൊന്നും അമ്മയ്ക്ക് ഈ ലോകത്ത് ആഗ്രഹങ്ങളില്ല. അമ്മയ്ക്ക് ഞാൻ ആലോചിക്കും, ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നിടം വരെ ഒന്നിനെ പറ്റി അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. ഒരിടത്ത് ഒരു സ്ഥലത്ത് അമ്മ പോയിട്ടില്ല. ആകെപ്പാടെ ബസ് സ്റ്റോപ്പിൽ പോകും, ബസ് കയറും, തിരിച്ച് വീട്ടിൽ വരും. അല്ലാതെ അമ്മ അങ്ങനെയൊന്നും ഒരിടത്തും പോയിട്ടില്ല. പക്ഷെ ഇനിയിപ്പം ഞാൻ അതൊക്കെ ചെയ്യും. അത് ഞാൻ ഷാനിക്കയായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മൾ റിസോർട്ടും അവിടെ ഇവിടെയൊക്കെ അമ്മയെ കൊണ്ടുപോകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മയ്ക്ക് പറ്റാത്തതാണ് ഇപ്പം ഞാനിപ്പോൾ വെറും കോലേക്കേറിയായി. പണ്ട് നമ്മുടെ നാട്ടിൽ പറയാം, അമ്മയാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞേ പോകത്തുള്ളൂ, ഇങ്ങനെ സൈഡിലോട്ട് പോലും ആരും ശൂഷി വിളിച്ചാൽ നോക്കത്തില്ല. അതിനു വേണ്ടി ഞാൻ വിളിക്കാത്ത ആൾക്കാരുടെ അടുത്ത് വരെ പോകും. അയ്യോ അങ്ങനെയല്ല കേട്ടോ, വീഡിയോ അത് അങ്ങനെയല്ല കേട്ടോ, ഇത് പേടിയാ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ. നല്ലപോലെ വന്നിട്ട് റിസൾട്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ. കൊള്ളാം. അമ്മ ഒരു 2 വാക്ക് മരുമോനെ പറ്റി പറഞ്ഞാൽ മതി, എന്നെ പറ്റി മിണ്ടണ്ട. വീഡിയോ ഉണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ദൈവത്തോട്. ഇത്രയും നല്ലൊരു അവസരം ഒരുക്കി തന്ന് നമുക്ക് നല്ലൊരു മോനെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഈ മോളെയാണ്. എന്നുവെച്ചാൽ എന്നെ കൂടുതലായിട്ട് കുറച്ചുകൂടെ കരുതാം. എനിക്ക് 3 മക്കളാണ്. അതിൽ 2 പേര്, ഒരു മൂത്ത മോള്, ഒരു മോന്. പക്ഷേ എൻ്റെ എല്ലാമായ ഒരാള് ഇയാളാണ്. അപ്പം എനിക്ക് ഈ മോനോടും പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. അവരിത്രയും നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ അവരുടെ ക്ഷണപ്രകാരം വന്നിരിക്കുന്ന എല്ലാവരോടും
നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. അല്ല, എനിക്ക് ഞാൻ മെയിനായിട്ട് അമ്മയെ സ്റ്റേജിൽ കയറ്റാൻ കാര്യം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒത്തിരിയും വലിയ വലിയ ആൾക്കാർ വരുന്നിടത്തൊന്നും എന്നെ വിളിക്കില്ല, ഞാൻ എങ്ങനെ, എൻ്റെ ഈ ഡ്രസ്സ് കണ്ടോ, അയ്യോ എൻ്റെ കോലം കണ്ടു, ഞാൻ വരുന്നില്ല, നാണക്കേടാ, ഞാൻ ആ ബാക്കിലെങ്ങാണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും അമ്മയെ കാണിക്കണം. കാരണം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആണ് അമ്മയെന്ന്. പക്ഷെ അമ്മയ്ക്ക് അത് അറിയത്തില്ല ഇപ്പോഴും. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും വഴക്കുണ്ടാകാറുണ്ട്. ഓരോ ദിവസം 10 മിനിറ്റ് ഇടനേരം വിളിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ എപ്പോഴും അടിയാണ്. ഇപ്പോൾ ഒരു 10 വട്ടം പക്ഷേ പറഞ്ഞല്ലേ. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ ഈ സ്റ്റേജിൽ ഇങ്ങനെ വരുന്നത്. ഇതുവരെ അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 42 വയസ്സ്. അത് കുറഞ്ഞല്ലേ? 42 കഴിഞ്ഞു, 43. നൈസായിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ കള്ളം പറയുമ്പോൾ അമ്മ സത്യം പറയുന്നത്. അമ്മ ഇത്രയും വർഷമായിട്ട് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് 42 വർഷമായിട്ട് അമ്മയുടെ ജീവിതത്തിൽ അമ്മ സന്തോഷം അനുഭവിച്ചിട്ടില്ല. അമ്മ എൻ്റെ അപ്പനെ കെട്ടുന്ന കാലം വരെ ഒരു തടവിൻ്റെ അകത്ത്, കെട്ടിക്കഴിഞ്ഞിട്ട് അതിനേക്കാൾ വലിയ തടവിൻ്റെ അകത്ത്. അപ്പൊ ഇപ്പോഴാണ് അമ്മ ഒന്ന് ഇതായത്. അപ്പം ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് അവർ ഹാപ്പി ആണോ എന്ന്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല അത് എവിടെ നിന്നാണ്. ഞാൻ എൻ്റെ അമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയെ കണ്ടല്ലോ, ആഹാരമൊക്കെ കഴിക്കാതെ ഞങ്ങൾക്ക് ആഹാരം, എൻ്റെ അമ്മ പട്ടിണി ഇരുന്നിട്ട് ഞങ്ങളെ 3 പേരെ കഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അരിച്ചാക്ക് കുത്തിയിട്ട് പച്ചരി നമ്മുടെ മാവരയ്ക്കുന്നത് പച്ചരി മാത്രം തിന്ന് അമ്മ സർവൈവ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് രീതിയിലായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു അവസരം. ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിന് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം എനിവേസ് അമ്മ മരുമോൻ്റെ ബർത്ത്ഡേ പരിപാടിക്ക് കൂടിയതിന് വളരെ നന്ദി. എൻ്റെ സെലക്ഷൻ അടിപൊളി. ഞങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലിവിങ്ങിനായിരുന്നു. കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. അന്ന് തന്നെ അമ്മ പറഞ്ഞു, ഇവനെ പിടിച്ചോ, ഇവനെ നല്ല ഒത്ത ഒരു ഇതാണ്, നിന്റെ താളത്തിനൊത്ത് തുള്ളിക്കോളൂ, പിന്നെ നിന്നെ സഹിക്കുകയും ചെയ്തോളും, പ്രശ്നമൊന്നും. പിന്നെ ചാച്ചനെ കണ്ട വലിയ ചുള്ളനെ, എന്നെ കണ്ട തള്ളയും പോലിരിക്കും. അതാണ് ചാച്ചന്റെ ഏറ്റവും വലിയ ഇത്. അപ്പൊ ഇപ്പൊ ഞാൻ ചാച്ചന്റെ ഇത് ഏജ് കൂടെ റിവീൽ ചെയ്യാം. 29 വയസ്സായി കേട്ടോ. മീഡിയ ഒക്കെ ശ്രദ്ധിച്ചോണോ. 29 വയസ്സാവും കേട്ടോ. അപ്പൊ ഇനി എന്തായാലും കേക്ക് ഇട്ടേ, ഗ്യാസ് കയറുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. എല്ലാരും ഒന്ന് വരാവോ? ആരും മാറി നിൽക്കരുത്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ഈ കിടന്ന് വിളിക്കുന്നത്. ആരും മാറി നിൽക്കല്ലേ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ എനിക്ക് എല്ലാവരുടെയും മുഖം വേണം. പ്ലീസ് എല്ലാരും വരിക. ഷാനിക്ക മാറിക്കല്ലേ. ആകാശേട്ടാ, ചേച്ചി കുട്ടപ്പ, ഞാൻ അവളോട് പറഞ്ഞായിരുന്നു എഡിറ്റ് ചെയ്ത് കയറ്റല്ലോ. എല്ലാരും നീളം അനുസരിച്ച് നിൽക്കണം കേട്ടോ. അല്ല, കുട്ടപ്പൻ വരത്തില്ല. വേണേ കുട്ടപ്പ കാര്യം ഞാൻ വേണേ പറയാം. അല്ല, കുട്ടപ്പന്റെ കാര്യം കൂടെ ഒന്ന് വേണ്ട. അവിടെ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോലെ ഞാനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെ അവിടെ നടന്നതെന്നുള്ള ടെൻഷൻ കാരണം എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ കാണുന്ന ഇവിടെയൊക്കെ ശരിക്കും പാട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കോപ്പിറൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തന്നെയല്ല, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കുവാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണത്തിന് ശേഷം എനിക്ക് ഇത്രയും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചാച്ചൻ്റെ ഈ ബർത്ത്ഡേ ആയിരുന്നു. ചാച്ചനും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഒത്തിരി വലുതൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓർക്കാൻ അത്രയും നല്ല
അടിപൊളി കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എൻ്റെയും ചാച്ചൻ്റെയും കൂടെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മുഖങ്ങളും എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ശരിക്കും നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ നമ്മൾ എന്തോരോ ആൾക്കാരെ കണ്ടുപോകും. ഞാൻ എൻ്റെ 23 വയസ്സുകൊണ്ട് എന്തോരോ ആൾക്കാർ എനിക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, കണ്ണുകൊണ്ട് കണ്ടാൽ തീരാത്ത രീതിയിലുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഇത്രയും ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അവരതുപോലെ ക്വാളിറ്റിയും എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരും ആയതുകൊണ്ട് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സങ്കടം വരുന്നുണ്ട്. കാര്യം ഈ കഴിഞ്ഞ വർഷം വരെയും എൻ്റെ 22 വർഷം വരെ എനിക്ക് ചിന്തിക്കാനോ ഓർക്കാനും പറ്റാത്ത രീതിയിലുള്ള കുറേ വൃത്തികെട്ട മെമ്മറീസ് മാത്രമായിരുന്നു. അതിൽ 1 or 2 ഒക്കെ ഉള്ളായിരിക്കും എനിക്ക് ഓർക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും, ഞാൻ ഓരോ ദിവസവും വളരെ എൻജോയ് ചെയ്ത് ലൈഫ് അടിച്ചു പൊളിച്ച് പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒരിക്കലും വെച്ച് താമസിക്കില്ല. കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളടാ, നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് ഞാൻ റിയലൈസ് ചെയ്യാൻ 23 വർഷം എടുക്കേണ്ടി വന്നു. പക്ഷേ അതുപോലല്ലല്ലോ എല്ലാവരുടെയും കാര്യം. ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും അതൊക്കെ ഇൻസ്പയർ ആവാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആവണം. ഇത്രയും വലിയ രീതിയിൽ ആവശ്യമാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടേതായ രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. എനിക്കാകെ വിരലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. അതിലൊന്നാണ് പെടലി. ഇവൻ്റെ ഇരട്ടപ്പേരാണ് പെടലി. ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കാറുള്ളൂ. എന്നെപ്പോലെ തന്നെ ഇപ്പം ചാച്ചനും അതുപോലെ കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഞങ്ങൾ ഫ്രണ്ട്സിനേക്കാൾ ഉപരി എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ സഹോദരൻ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയുണ്ടല്ലോ, ഞാൻ എന്ന് ചാച്ചനെ മീറ്റ് ചെയ്തോ അന്ന് തൊട്ട് ചാച്ചൻ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും മറക്കാതെ ഒരു നേരം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞാൻ ചാച്ചനിപ്പം സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുണ്ട്, ഇനിയുണ്ട്. ഇതാണ് ശരിക്കും ചാച്ചന് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിച്ചു കൊടുത്തത്. കാരണം ഇതങ്ങ് മൈലുകൾ താണ്ടി വന്നൊരു സർപ്രൈസ് ആണ്. സോ നമുക്ക് ആ സർപ്രൈസ് റിവീൽ ചെയ്യാം. പ്ലീസ് നോക്കരുത്, ഫ്രണ്ടിലോട്ട് വരട്ടെ. ചാച്ചനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കണ്ടുമുത്തോ, ഞാൻ തന്നെ കൊടുക്കണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കഴിക്കാൻ പോകട്ടോ, ഇല്ല ഗ്യാസ് കയറി. ഞാനും വരാവേ. ഇത് ഓക്കെ. ഞാൻ എന്ന് ചാച്ചനെ കണ്ടോ അന്ന് തൊട്ട് ചാച്ചൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഒരു പേരേ ഉള്ളൂ, അതാണ് പട്ടികളുടെ കാര്യം. പട്ടിയെന്ന് പോലും പറയുന്നത് ചാച്ചന് ഇഷ്ടമല്ല. ചാച്ചൻ അത്രയ്ക്ക് ജീവനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചാച്ചന് ഞാൻ നല്ലൊരു സർപ്രൈസ് കൊടുക്കും. അപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തായാലും കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് ചാച്ചന്. എന്താ ചെവിക്കുന്നത് ക്യാമറ നോക്കാക്കി 1-2 കാര്യം പറയട്ടെ. തരുന്ന ഇപ്പൊ കൊള്ളിന്റെ കാര്യമല്ലെന്ന് എനിക്ക് പറ്റത്തില്ല. എന്ത് നമ്മുടെ അതെ കാണുന്ന പോലെ ചെറുതൊന്നും അല്ല കേട്ടോ, നല്ല എക്സ്പെൻസ് ആ കേട്ടോ. ഞാൻ ഇപ്പഴേ അങ്ങ് പറയുവാ. ഇത് ഞാൻ വലിയൊരു താങ്ക്സ് പറയും. കാരണം നമ്മള് ഇന്ന് വരുമോ ഒന്ന് വന്ന് പരിചയപ്പെടും. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും ചില്ലറക്കാരൊന്നും അല്ല. അതുകൊണ്ടാണ് പ്രത്യേകം പരിചയപ്പെടുത്തുന്നത്. ഞങ്ങള് ഭയങ്കര ഡീലർഷിപ്പ് ആയിരുന്നു കേട്ടോ. അഭിനയിക്കാനൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇത് ഇവിടെ കൊടുക്കണം. ഞാൻ സ്ക്രീൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ചാറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ സർപ്രൈസ് ആണ്, ഒരു കാരണവശാലും ഹിന്റ് കൊടുക്കരുതെന്ന്. എല്ലാ ദിവസവും ഒരു 6-7 മണിയാകുമ്പോൾ ഹായ് കൊളാബ് വേണോ. അപ്പത്തേക്ക് ചാച്ചൻ എങ്ങനെ ഇടയ്ക്ക് ചാച്ചൻ കാണും, ചാച്ചൻ ചോദിക്കും എടി ഈ പുള്ളി എന്താ ഇടയ്ക്കിടയ്ക്ക് കൊളാബ് ചോദിക്കും. എന്നാ പിന്നെ ഒരെണ്ണത്തെ എങ്ങനെ എടുക്കും. ഞാൻ ചാച്ചൻ എന്തോ ചുമ്മാ ഇത്. പിന്നെ അടുത്ത ദിവസം ഹായ് കൊളാബ് വേണോ. ചാച്ചനാണോ ഞാനാണോ എന്ന് അറിയണം. ഇന്ന് എന്നിട്ട് വേറൊരു ടിസ്റ്റ്, ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഹായ് ഫോട്ടോ കാണിക്കാമെന്ന്. ഉടനെ പുള്ളി എടുത്ത് ഏത് ഫോട്ടോ ആരാ അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങളുടെ കൂടെ എല്ലാവരും കേട്ടോ, ആരും ഫോൺ വിളിച്ചിട്ട് ഒരു ഹിന്റ് പോലും ചാച്ചന് കൊടുത്തില്ല. കാര്യം എല്ലാവരും അത്ര നീറ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തു തന്നു. അപ്പം താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയൂ, പ്ലീസ് പറയൂ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ഒരു ഫോട്ടോ എടുത്ത് അയ്യോ നല്ല ഫോട്ടോ പഴം ഇട്ട് വെക്കാം അല്ലേ. വേണം ഇപ്പൊ വേണ്ട, ചാച്ചൻ കൈ പിടിച്ചോട്ടെ. ഓക്കെ
ചേട്ടൻ സെന്ററിൽ വന്നു. ഇതിപ്പോ ആനയുടെ അടിയിൽ ആട്ടുംകുട്ടി നിൽക്കുന്ന പോലെ. ഓക്കെ, ഞാനിപ്പോ ഒരു ആങ്കർ മൂഡായി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് പോയാലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാച്ചന്റെ കൂടെ വന്ന് എല്ലാരും ഫോട്ടോ എടുക്കണം. കഴിക്കുന്നതിന് മുന്നേ വന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എല്ലാരും എടുക്കണം കേട്ടോ. കാരണം എന്റെ വീട്ടിലെ മതിലിൽ ചുവരിൽ കയറാനുള്ള ഫ്രെയിംസ് ആണ് നിങ്ങളെല്ലാം. കാരണം അതുകൊണ്ടാണ് അത്രയും ഞാൻ നുറുക്കി എഴുതിയെടുത്തത്. കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ വന്നെടുക്കാം, ഇല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ സൗകര്യമാണ്. ഗ്യാസൊക്കെ എനിക്ക് വേഗം കയറും. അതുകൊണ്ട് ഓക്കെ, എനിക്കിത് നല്ല ഭയമുണ്ട്. കാരണം ഇതും എന്റെ തലയിൽ തന്നെ ആവുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. ചാച്ചൻ ഇതിനെ നോക്കിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചേക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആരെങ്കിലും വരുന്ന ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ വന്നെടുത്തോ. ആരും കഴിക്കാതെ പോകരുത്. ഫുഡ് എല്ലാവർക്കും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും കഴിക്കുന്നത് ഞാൻ ഒത്തിരി നേരം എല്ലാരും വെയിറ്റ് ചെയ്തു. എത്ര എന്നും പറഞ്ഞ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. കഴിക്കുന്നവരൊക്കെ കഴിച്ചോ കേട്ടോ. കഴിച്ചിട്ട് സമാധാനമായിട്ട് വേറെ ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആരെ നോക്കിയാ കഴിച്ചോളം പറയേണ്ടതാണോ? ഞാനേ അജാസിക്കയുടെ ബ്രൈഡിനെ കാണിക്കാം. ഭയങ്കര സുന്ദരിയാ കേട്ടോ, ഭയങ്കര സുന്ദരിയാ. അജാസിക്കയുടെ പിന്നെ മണവാട്ടിയാണ്. അവരടുത്ത് കല്യാണം കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തോ. എടാ എന്തുവാടാ എല്ലാരും ഒരു ഹായ് കൊടുക്കടാ. എന്തുവാടാ മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ എല്ലാരും പരിചയപ്പെടുന്നത്. ഓക്കെ, എന്നാ ഫോട്ടോ ചേച്ചി ഇങ്ങനെ അമ്മയുടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചിരിച്ചിട്ടൊക്കെ അമ്മ ചിരിച്ചേ. ഇവിടെ നോക്കാം. ഇവരുടെ പോയി വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ആളിനെ മീശയെ കാണുമ്പോൾ വിചാരിക്കും വലിയ പ്രായമുള്ള ആളാണെന്ന്. അത്ര പ്രായമില്ല. പ്രായം ഇപ്പൊ എത്ര എന്ന് പറയും? 25 വയസ്സേ ഉള്ളൂ. കൊച്ചു വഴിയാണ്. പക്ഷെ എന്താ അടിപൊളിയായിട്ട് ഈവൻസ് ഒക്കെ കൊണ്ട് നടക്കുന്ന അറിയാം. ഇത് ശരിക്കും നല്ല പണി ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നെങ്കിലും മഴ പെയ്തു ഇവർ ആദ്യമേ എടുത്ത് മാറ്റി. പിന്നെ രണ്ടാമത് ഇവര് പിന്നെ നമ്മൾ വരുന്നതിന് സെക്കൻഡ്സുകൾ മുന്നിൽ പിന്നെ ഇവര് റിബൺ കെട്ടി പിന്നെ സെറ്റ് ചെയ്തതാണ്. സോ പ്രത്യേകിച്ച് അവളെ കണ്ടാൽ അറിയാം ടെററാണ്. ഇവളുണ്ടല്ലോ എന്നെക്കാളൊക്കെ എടുത്തു. ഇവക്ക് നേരെ ഒരു വണ്ടി പോലും കയറാം. അത്രയ്ക്ക് പാവമാണ്. അപ്പം ഇവരെ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. പ്രത്യേകിച്ച് അമല് ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ. കുറച്ചൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യും, കുറച്ച് ഞാൻ മൈക്കിൽ കൂടെ പറയുന്നത് കേൾപ്പിക്കുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോകുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വരണേ, ആരും മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അച്ചായൻസിന്റെ ക്രൂവും കൂടെ ഒന്ന് വരണേ. ഇപ്പൊ ഈ കാണുന്ന ആൾക്കാരെല്ലാം കൂടെയാണ് നമ്മുടെ ഈവെന്റ്സ് ഫുള്ള് റെഡിയാക്കി തന്നത്. ഇവര് രാവിലെ തൊട്ട് വന്ന് നല്ല പോലെ വർക്ക് എടുത്തു. ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാം ഇത് മാറ്റി. പിന്നെ മഴ കുറഞ്ഞപ്പോൾ പിന്നെ ഇത് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഇവർ ഇതിനു വേണ്ടി ഡെഡിക്കേഷൻ ചെയ്തു തന്ന ടീമാണ്. ഇവരൊക്കെ കൊച്ചു പിള്ളേരാണ്. ആക്ച്വലി കണ്ടാൽ വലിയ നീളമൊക്കെ തോന്നുന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ കൂടെ ഇനി ഇവളും ഉണ്ടാവും. ഇവർക്ക് ഞങ്ങൾ പേരും ഇട്ട് ജാനു എന്ന്. ചാച്ചൻ ഇത്രയും സർപ്രൈസ് ഒരിക്കലും വിചാരിച്ച് കാണില്ല. ചാച്ചൻ പണ്ട് തൊട്ട് പറയുന്ന കാര്യമായിരുന്നു. അങ്ങനെ എനിക്ക് അതും ചെയ്തു കൊടുക്കാൻ പറ്റി. പിന്നെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷുഗർ ഫിൽസിൽ നിന്ന് അവർ കുറേ ചോക്ലേറ്റും ബൊക്കറ്റ്സും ഒക്കെ ചാച്ചന് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവരൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തു. ഇത് മാത്രമല്ല, ചാച്ചന് പേഴ്സും കുറച്ച് ബെൽറ്റും അങ്ങനെയൊക്കെ വരുന്ന ചെറിയൊരു ഹാമ്പറും കൂടെ ഉണ്ടായിരുന്നു. വെറൈറ്റി സംഭവങ്ങൾ എല്ലാവരുടെ ഒരു ഹാപ്പിനെസ് മൊമെന്റിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഷുഗർ ഫിൽസ്. എപ്പോഴും പറഞ്ഞില്ല ഒരു വീഡിയോ മറ്റേ നടന്നു പോകുന്ന അടിപൊളിയുണ്ട്. അതെടുത്ത് എപ്പോഴും പറഞ്ഞില്ല മറ്റേ നടന്നു പോകുന്ന ഇഷ്ടമുള്ള വീഡിയോ അതെടുത്ത് മറ്റേ ഈ കോസ്റ്റ്യൂം ഇട്ട് ഇത് എടുത്ത ഫോട്ടോ കേട്ടോ.
ഇതെല്ലാം ഇവൻ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, ഒന്നുപോലും ഇവർ എടുക്കാത്തില്ല. ഇതാണ് എന്റെ ഫേവറേറ്റ് ഫോട്ടോ. താങ്ക് യു സോ മച്ച്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേ പേരെങ്ങനെയുണ്ടെന്ന് യൂട്യൂബിലോട്ട് ഒന്ന് പറഞ്ഞു. എൻ്റെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഫോട്ടോ ഫ്രെയിംസ് ആൻഡ് ഗിഫ്റ്റ്. എൻ്റെ നെയിമാണ് pickotopia.in എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് അതിനെ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ അടിപൊളി ഫ്രെയിംസ് ഒക്കെ വേണമെങ്കിൽ മസ്റ്റ്ലി നിങ്ങൾ ഡു ചെക്ക് ഔട്ട്. നല്ല പ്രീമിയം കളക്ഷൻ ആണ്. ആക്ച്വലി എനിക്ക് ഇതിന്റെ ഫ്രെയിം തൊടുമ്പോൾ തന്നെ ഇത് ഒരു നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉണ്ട്. അല്ല വെറൈറ്റി ഉണ്ട് ആക്ച്വലി. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടിട്ടേ ഇല്ല. ഇത് അക്രിലിക് ആണ് ആക്ച്വലി. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, സ്ക്രൂ ചെയ്തിട്ട് വോളിൽ ഹാങ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അക്രിലിക് തന്നെ, അപ്പൊ ഇത് സ്റ്റിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, ഫോട്ടോ എടുക്കും. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ഇവനുള്ള പറയാറുണ്ടോ? വരും, ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കാം. ഫോട്ടോ എടുക്കട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഞങ്ങളുടെ കല്യാണം തൊട്ട് എന്തൊക്കെ ഫംഗ്ഷൻസ് ഞങ്ങളുടെ നടന്നിട്ടുണ്ടോ അതെല്ലാം എടുത്തിരിക്കുന്നത് അബിയാണ്. ഇത് അബിയുടെ സ്വന്തം ബ്രദറുമാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം നല്ല രീതിയിൽ നടന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത്. പക്ഷെ അത്രയൊന്നും നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാര്യം അപ്പോഴത്തേക്ക് മഴയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ.